ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട നന്മകളിൽപ്പെട്ട ഒരു വിഷയമാണ് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക. ആവശ്യമില്ലാത്ത പിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടടക്കണ്ട. അതാട്ടോ കെട്ടും പാടും. ഇതിനു പുറമെ പത്രത്തിന്റെ കോപ്പികൾ ഉണ്ടാവും, പഴയ പുസ്തകങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അണ്ണാച്ചിലൊക്കെ വരുമല്ലോ, പഴയ ബുക്കുണ്ടാവും, ആ തൂക്കി വിറ്റേക്ക്. ഇതിങ്ങനെ കാത്ത് അതിന് കാവല് നിന്ന് അത് അങ്ങോട്ടായി ഇങ്ങോട്ടായി വീട് വൃത്തികേടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല. പിന്നെ പല വീട്ടിൽ നമ്മൾ രാവിലെ കയറി നോക്കുമ്പോൾ ഭയങ്കര ബഹളം. ഒരു കുട്ടി നിലവിളിച്ചു പറയുന്നു, ഉമ്മാ എന്റെ അമലിയാത്ത് കാണുന്നില്ലോ. അപ്പൊ വേറൊരു കുട്ടി പുറത്തു ഉമ്മ എന്റെ അഖലാക്ക് കാണാനില്ല. മറ്റൊരു കുട്ടിന്റെ ഇംഗ്ലീഷ് ബുക്ക് പോയി, ഇന്റെ ഹിന്ദിയിലെ പോയത് എനിക്കറിയില്ല. 4 മക്കള് 4 ഭാഗത്തുനിന്ന് രാവിലെ തന്നെ പാടും. ഇതെന്തുകൊണ്ടാണെന്നറിയങ്ങള്? ഇതിങ്ങനെ കെട്ടും പാണ്ടോട്ട് വരികയാണ് സ്കൂളിൽ നിന്ന്. അത് വന്നിട്ട് കോലായ്മയിൽ എറിഞ്ഞിട്ട് ഒരൊറ്റ പോക്ക. ഓൽക്ക് തിരക്കാണ്, ഒരു കളി പ്ലാൻ ചെയ്തിട്ട് പോന്ന. പിന്നെ അത് അവിടെ ഉണ്ടാവുമ്പോ ചെറിയ കുട്ടി ഉണ്ടാവുമ്പോ ഒരേലും ഓന്റെ ഭാഗം എടുത്ത് തുറന്നു നോക്കിയിട്ട് ഒരു ബുക്ക് അങ്ങോട്ട് മറ്റിങ്ങോട്ട് പെൻസിൽ ഇങ്ങോട്ട്. പിന്നെ ഇതൊന്നും കാണൂല. പിന്നെ രാത്രിയത്തെ വായനൊക്കെ നമുക്കറിയില്ല. ഇപ്പൊ നമ്മളെ കുട്ടികൾ നമ്മളെ പറ്റിക്കുന്ന ഒരു വായനയാണ്. വാപ്പ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഉമ്മ നോക്കുന്നുണ്ടെങ്കിൽ യാസീൻ, വാപ്പ നോക്കിയാൽ വൈലൈ തുർജഊൻ, യാസീൻ കഴിഞ്ഞ് വാപ്പേ ഉമ്മേ. ഇതാ ഇപ്പൊ നമ്മളെ കുട്ടികളെ വായന. ഇവര് രാത്രി നോക്കുക. പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ഇവന്റെ പെന്നും പുസ്തകവും മറ്റുമൊക്കെ തരിക. അപ്പൊ ഇത് കാണുമോ? ഇത് മറ്റോനെടുത്ത് അപ്പുറത്തും പുറത്ത് ഇട്ടിട്ടില്ലേ? അതിനെന്ത് ചെയ്യണം? ഉമ്മയാണ് വീടിന്റെ താരം. ഉമ്മ വേഗം കുട്ടികൾ എറിഞ്ഞു പോകുമ്പോ ഓനെ കൊണ്ടുതന്നെ എടുപ്പിക്കാം. ഓരോ കുട്ടികൾക്കും അവരെ പുസ്തകം വെക്കാൻ ഒരു സ്ഥലം നമ്മൾ നിർണയിച്ചു കൊടുക്കണം. ആ സ്ഥലത്ത് മാത്രമേ നിന്റെ പുസ്തകം വെക്കാവൂ. അവിടെ നീ എടുക്കാവൂ. എടുത്താൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം. നിന്റെ ഡ്രസ്സ് ഈ അയലിലെ തൂക്കിയിടാവൂ. അവിടെ നീ എടുക്കാവൂ. ഉപയോഗം കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുവെക്കണം. ഇങ്ങനെ ഒരു ശീലം വീട്ടിലെ എല്ലാ കുട്ടികളിലും ഉണ്ടാക്കിയെടുത്താൽ ആ വീട്ടിൽ നല്ല അച്ചടക്കം നിലനിൽക്കും. അവിടെ ഒരിക്കലും അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല. ഇതിന്റെ പുറമെ ഇനി വീട്ടിൽ ധാരാളം ഗൃഹോപകരണങ്ങൾ വേണം. ആ ഗൃഹോപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിവെക്കണം. ഇല്ലാത്തവരൊക്കെ വാങ്ങണം. അത് നമുക്ക് നിർബന്ധമാണ്. നമ്മളെ അയൽവാസികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ എന്ന നിയ്യത്തോടുകൂടെയെങ്കിലും വാങ്ങിവെക്കണം. നമ്മൾ കൈക്കോട്ടെടുത്ത് കൊത്തലൊന്നുമില്ല. എന്നാലും അയൽവാസി വന്ന് ചോദിക്കുക അവിടെ കൈക്കോട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടായത് നമ്മൾ എടുത്തു വാങ്ങി വെക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിന് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നവരാരാണെന്നറിയാമോ എന്ന് ചോദിച്ചിട്ട് 5 സ്വഭാവക്കാരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ അവസാനം പറഞ്ഞത് വയംനഉനൽ മഊൻ, ഗൃഹോപകരണങ്ങൾ വായ്പ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാൻ തയ്യാറാകാത്തവരാകുന്നു. അവര് പരലോകത്ത് ഈ ജീവിതത്തിന് കൂലിണ്ട് എന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടാത്തവരാ. അല്ലെ, നമ്മളൊക്കെ വീട്ടിൽ ഇപ്പൊ എന്താ സ്ഥിതി? ആ മഴയൊന്ന് തരുമെന്ന് ചോദിച്ചു എന്നാൽ എന്താ പറയാ? അതിന്റെ താഴെ പൊട്ടിക്കിടക്കാണല്ലോ അല്ലെ. ആ ചെമ്പ് അത് ഓട്ടായി കിടക്കാണല്ലോ, നിങ്ങൾ അപ്പുറത്ത് പോയി നോക്കി, അവിടെ ഉണ്ടായിനി ഒന്ന്. ഇത് കൊടുക്കൂല. ഇല്ലാത്ത കാരണം പറഞ്ഞ് എന്ത് ഉപകരണം എന്ന് ചോദിച്ചാലും കൊടുക്കാതിരിക്കാം. എന്നാൽ നമ്മുടെ സലഫു സ്വാലിഹീങ്ങളായ മഹാന്മാർ അവർക്ക് വീട്ടിൽ ഉപയോഗത്തിന് സാധാരണ ആവശ്യം വരാത്ത സാധനം പോലും വീട്ടിൽ അവർ വാങ്ങിവെക്കുന്നു. എന്തിനു വേണ്ടി? ആരെങ്കിലും വായ്പ ചോദിച്ചു വന്നാൽ കൊടുക്കാമല്ലോ. വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ് അത്. അയൽവാസി വായ്പ ചോദിച്ചു വരുന്നത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വേണം. ഒരു കൈക്കോട്ട് വേണം, വിറക് കൊത്താൻ പറ്റിയ ഒരു മഴ വേണം, നിലത്ത് കുഴി കുഴിക്കേണ്ടി വന്നാൽ അതിനാവശ്യമുള്ള ഒരു പിക്കാസ് വേണം, മണ്ണ് കോരിയെറിയാൻ പറ്റിയ ഒരു മൺവെട്ടി വേണം. ഇതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള കത്തി വേണം, കുട്ട വേണം, ഒരു ചുറ്റിക വേണം, അല്ലെ, ഒരു കത്രിക വേണം, ആവശ്യത്തിന് ആണി വേണം, സൂചി വേണം, നൂല് വേണം. ഡ്രസ്സൊക്കെ നന്നായിട്ട് തേച്ച് അലക്കി ബസ് ഇപ്പൊ വരും 5 മിനിറ്റ്, അങ്ങനെ നമ്മൾ ഇറങ്ങാം. കുപ്പായിട്ട് വെക്കുമ്പോ മുന്നേ തന്നെ ഒരു കൊടുക്കില്ല. ഞാനിപ്പോ എന്താ ചെയ്യും? തലക്കന്ന് വേറെ ഒന്ന് അലക്കിയിട്ട് അത് ഇതാക്കുമ്പോഴേക്കും നേരെ ഒരുപാട് പോലെ ഒരു സൂചി നൂലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പുരയിലുണ്ടാവൂല.
ഇനി വാങ്ങിക്കൊടുത്താൽ തന്നെ അത് എവിടെ വെക്കുക? അത് ഓളെ കുട്ടിന്റെ ബുക്കിൽ വെച്ച്. ഏത് 10ാം ക്ലാസ് പോണോളെ ബുക്കിൽ വെച്ചാ പിന്നെ ഇത് എറിഞ്ഞാൽ കാണുമോ? ഇല്ല. അപ്പൊ അതിനൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങുകയും അതൊക്കെ അതിൻ്റെതായ ക്രമത്തിൽ സൂക്ഷിക്കുകയും വേണം. അവിടെ ഒരു പെണ്ണിനോട് ഒരു കുടുക്കും സൂചിയും വേണമല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കണ്ട. അവളാ പോകുന്നു, എടുക്കുന്നു, തരുന്നു. ഈ രീതിയിൽ എന്തു ചോദിച്ചാലും ഉടനടി എടുത്തു കൊടുക്കാൻ പറ്റിയ പരുവത്തിൽ ഗൃഹോപകരണങ്ങളൊക്കെ വീടിന്റെ പരിസരത്ത് സൂക്ഷിക്കേണ്ടിടത്ത് സൂക്ഷിച്ചിരിക്കണം. ഇപ്പൊ നമ്മളൊക്കെ പുരയിൽ വന്നിട്ട് ആ പിക്കാസ് ഒന്ന് തരുമെന്ന് ചോദിച്ചാല് ഒരു 7 തവാഫെങ്കിലും ചെയ്യേണ്ടപ്പോ നമുക്ക് അല്ലെ? പൊരന്റെ ഏടേപ്പത് വെച്ച് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കറങ്ങ. കാരണം ഒരു വിവരവുമില്ല. അങ്ങനത്തെ സാധനത്തെ പറ്റി ഒന്നും ചിന്തല്ല. പാകമുള്ള ചിന്ത അടുത്ത സീരിയൽ ഏതാ അതിപ്പോ നല്ല ഓർമ്മയിലുണ്ടാവും. ബാക്കി ഇങ്ങനത്തെ വിഷയങ്ങൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ചോദിച്ചോ മാനം കെട്ടി ചോദിക്കണ്ടില്ലേ എന്നായിപ്പോ. ഒരു സാധനം എവിടെ ഓർമ്മ ഉണ്ടാവില്ല. ഇതല്ല, എല്ലാ സാധനവും വേണം. ഓരോന്നും അതിൻ്റെതായ സ്ഥലത്ത് വെക്കണം. സൂചി നൂലൊക്കെ വെക്കേണ്ടി അങ്ങനത്തെ സ്ഥലത്താണ്. അത് അവിടെ കൊണ്ടുപോയി വെക്കരുത്. കൊട്ടയും മഴവും കൈക്കോട്ടും വെക്കുന്നിടത്ത് കൊണ്ടുപോയി വെക്കരുത്. അതിന് പറ്റിയ സ്ഥലത്ത് തന്നെ ഓരോന്നും വെക്കുക. ഇതുപോലെ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട പല രേഖകളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ വീടിന്റെ പ്രധാനപ്പെട്ട പറമ്പിന്റെ ആധാരം എവിടെയാണുള്ളത് എന്ന് പെട്ടെന്നൊരാൾ ചോദിച്ചാൽ പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാവും? അത് ആ മേശയിലോ ഈ മേശയിലോ ആ വെൽപ്പിലോ ഈ വെൽപ്പിലോ അല്ലെ? എന്തായാലും ഒരു 3-4 വട്ടം ചിന്തിക്കണം. ഓർമ്മല്ല. ഒരു കുട്ടി ജനിച്ചാൽ വളരെ പെട്ടെന്ന് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വാങ്ങിയാൽ എവിടെ സൂക്ഷിക്കുക? ഒരു ബോധമില്ലെന്ന്. പലയിടത്തും ആണുങ്ങളില്ലല്ലോ വീട്ടില്. സ്ത്രീകൾ വാങ്ങിക്കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് വെക്കലെവിടെ? 5ാം ക്ലാസ് പഠിക്കുന്നവന്റെ ബുക്കില്. പിന്നെ ഇവനെ സ്കൂൾ ചേർത്തിന്റെ ഇത്ര 3.5 വയസ്സായിട്ടോ അല്ലെങ്കിൽ 5 വയസ്സായിട്ടായിരിക്കും അപ്പോഴാ തരിക. എവിടെ പോയോ അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്? അപ്പോൾ പറയും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ഞാൻ അവന്റെ ഹിന്ദി ബുക്കിലാണേ വെച്ചത്. ആ ഹിന്ദി ബുക്കൊക്കെ അണ്ണാച്ചക്ക് തൂക്കി വിറ്റുപോയി. ഇനി അതിൽ തെരഞ്ഞാൽ കാണൂല. അപ്പൊ എന്ത് വേണം? ഒരുപാട് രേഖകൾ നമ്മൾ പൊരന്റെ ആധാരമുണ്ട്. അതുപോലെ നമ്മുടെ ID കാർഡുകളുണ്ട്, റേഷൻ കാർഡുണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, SSLC ബുക്കുണ്ട്, നമ്മുടെ ഒക്കെ പിന്നെ പാസ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രേഖ. നാം കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വാറണ്ടി പേപ്പറുകളുണ്ട്. ഫ്രിഡ്ജും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചാൽ അതിന്റെ പേപ്പർ സൂക്ഷിക്കണം. കാരണം ചിലപ്പോ പിറ്റേന്ന് കേടുവരും. അന്ന് തന്നെ നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരാദ്യം ചോദിച്ചാൽ വാറണ്ടി പേപ്പർ. അത് ഞാൻ കാത് പൊളിച്ചപ്പോ അടുപ്പിലിട്ടില്ലേ? എന്നാ ഇതും അടുപ്പിലിട്ടാലെന്ന് പറയാള് അത് മാറ്റിത്തരൂല. അത് തരണമെങ്കിൽ എന്ത് വേണം? ഈ പേപ്പർ സൂക്ഷിക്കണം. അതിനിന്ന് ഉമ്മമാര് ഭർത്താക്കന്മാരോട് പറയാ, നിങ്ങൾ നല്ലൊരു ഫയല് വാങ്ങിത്തരണം. ഒരു 200 രൂപ കൊടുത്താൽ 1-ാം തരം ഫയൽ. എത്ര വേണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപ ചെലവാക്കിയാൽ മതി. പ്ലാസ്റ്റിക്കിന്റെ ചട്ടയുള്ള പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ കൊണ്ടുള്ള ഒരു ഫയൽ. ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ആദ്യം മൂത്ത കുട്ടിന്റെ വെക്കുക, അടുത്ത 2ാമത്ത്, മറ്റു 3ാമത്ത്, അങ്ങനെ അതൊരു പരമ്പര. പിന്നെ പാസ്പോർട്ടുകളും റേഷൻ ഷാപ്പിന്റെ കാർഡുകളും മറ്റുള്ളതൊക്കെ ഇങ്ങനെ വഴിയായിട്ട് ഇങ്ങനെ അവിടെ വെച്ചാൽ ആ വീട്ടിലേക്ക് കയറി വരികയാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അടുക്കുഞ്ഞിട്ട് നമുക്കറിയാലോ. നിങ്ങളൊന്ന് പോയി നോക്കി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനുവേണ്ടി ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ കയറി ചെന്നാൽ അവര് തപ്പുന്ന, തെരയുന്ന, അവര് ചെലവാക്കുന്ന തുപ്പല് എത്രയെന്നറിയോ? നിങ്ങൾ മറക്കാന് ഇല്ലാന്ന് ഓർമ്മ ഉണ്ടാവില്ല. അവര് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊക്കെ ചോദിക്കും. ആ രേഖയുടെ ഇത് എടാന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളെ ഉമ്മമാര് ഈ ഫയലുമായിട്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ എടുക്കാൻ ഇങ്ങോട്ട് മറിക്കുക. എന്താ വണ്ടി എന്ന് വെച്ചിട്ട് എടുത്തു കൊടുത്താൽ എന്തൊരു ഉഷാറുണ്ടാവും. ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇതൊക്കെ ആര് വരുത്തേണ്ടതാണ്? വീട് ഭരിക്കുന്ന ഉമ്മയുടെ ബാധ്യതയാണ്. പറയുന്നു, ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടത് ഭാര്യയാണ്. ഉമ്മയുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഇങ്ങനെ വീട്ടിലുള്ള ഓരോന്നിനും പ്രത്യേകമായ അടുക്കും ചിട്ടയും ക്രമീകരണവും തയ്യാറാക്കിയിട്ട് ഒരു അലട്ടലുമില്ലാത്ത, അലോസരവുമില്ലാത്ത, എപ്പോഴും സമാധാനം നിലനിൽക്കുന്ന വീടായി നമ്മുടെ വീടുകൾ മാറണം. അതിന് ഉമ്മമാർ അവരുടെ റോള് നിർബന്ധമായും നിർവഹിച്ചിരിക്കണം. ഈ അടുക്കും ചിട്ടയും ഉണ്ടായി കഴിഞ്ഞാൽ
ഇനി പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പരസ്പരമുള്ള കടമയും കടപ്പാടും പെരുമാറ്റവുമാണ്. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, ഇനി ഒരു വീട്ടിൽ തന്നെയുള്ള മറ്റുള്ളവർ ഉപയോഗിക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മതം ചില പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. ഓ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്കും പ്രവേശിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമല്ലാത്ത മറ്റൊരാളുടെ റൂമിലേക്കും നിങ്ങൾ കടക്കരുത്. ഏതിനു മുമ്പ് ഹത്താ തസ്തഇനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടല്ലാതെ ഒരു റൂമിലേക്കോ ഒരു വീട്ടിലേക്കോ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഇത് വീടിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. വീട് എന്നത് നമ്മുടെ സ്വകാര്യ കേന്ദ്രമാണ്. നാം അവിടെ സ്വതന്ത്രരാണ്. നമ്മുടെ വേഷവും നമ്മുടെ ഭാഷയും നമ്മുടെ പെരുമാറ്റവും ഒക്കെ വീട്ടിന്റെ അകത്ത് ചില സ്വാതന്ത്ര്യത്തോടു കൂടെയാണ്. അവിടെ നമ്മൾ നിൽക്കുന്ന ആ വേഷത്തിലും അവിടെ ഉപയോഗിക്കുന്ന ഭാഷയിലും അവിടെ നിൽക്കുന്ന രീതിയിലും